ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത, ഇസ്രയേലിന് കനത്ത നാശം വരുത്തി വച്ചിരിക്കുന്ന ഒരു വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു. ഏതായാലും 21 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു കെട്ടിടം ഒഴിപ്പിക്കാൻ പോകുമ്പോൾ ഈ കെട്ടിടത്തിന് ഉള്ളിൽ കുടുങ്ങിയ സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് വാർത്ത വരുന്നത്. ഇതൊരു റോക്കറ്റ് ആക്രമണമാണ് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. എന്നാൽ IDFന്റെ മേധാവി, അതായത് ഇസ്രയേൽ സൈന്യത്തിന്റെ മേധാവി പറയുന്നത് കെട്ടിടം പൊളിക്കാനായി മുൻപ് ഇസ്രയേൽ സ്ഥാപിച്ച മൈനുകളാണ് ഈ അപകടത്തിന് കാരണമെന്ന് പറയുന്നത്. ഏതായാലും 2 കെട്ടിടങ്ങൾ ഒരുമിച്ച് നിലംപതിക്കുകയും ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ 21ഓളം സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും 10ഓളം പേരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. കാരണം ഇതിൻ്റെ ഏത് തരത്തിലുള്ള വാർത്തകളാണ് സത്യം എന്നുള്ളത് അറിയാൻ ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. ഏതായാലും ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിക്കുന്നത് തങ്ങളുടെ സൈനികർ തന്നെ നേരത്തെ ഈ കെട്ടിടം തകർക്കാനായി കുഴിച്ചിട്ടിരുന്ന മൈനുകളാണ് പൊട്ടിത്തെറിച്ചതെന്ന് പറയുന്നു. എന്നാൽ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നു ഇത് ഒരു വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്, റോക്കറ്റ് ആക്രമണം എന്ന് പറയുന്നു. ഏതായാലും വരും മണിക്കൂറിൽ തന്നെ ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒറ്റ വാർത്ത മാത്രമേ ഉള്ളൂ. 21 ഇസ്രായേൽ സൈനികർക്ക് അതിദാരുണമായ അന്ത്യം ഗാസയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.